ഏവർക്കും നമസ്കാരം. ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ ഒന്നിലധികം തവണ സന്ദർശിച്ച, ഭഗവാൻ തന്നെ നാമകരണം നിർവഹിച്ച, ഭഗവാന്റെ സന്യസ്ത ശിഷ്യരായ സത്യവ്രത സ്വാമിയുടെയും മാമ്പലം വിദ്യാനന്ദ സ്വാമിയുടെയും സമാധി സ്ഥിതി ചെയ്യുന്ന ആനന്ദാശ്രമം, അനവധി ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷിയായ, മഹാത്മാഗാന്ധി ഉദ്ഘാടനം നിർവഹിച്ച, നിരവധി മഹാരഥന്മാർ സന്ദർശിച്ച, SNDP ശാഖായോഗങ്ങളിൽ ആദ്യ ശാഖകളിൽ ഒന്നായ ആനന്ദാശ്രമത്തിൻ്റെ ചരിത്രത്തിലൂടെയും വിശേഷങ്ങളിലൂടെയുമാണ് ഇന്ന് ഗുരുമാർഗ പ്രണയതാരം സഞ്ചരിക്കുന്നത്. ഏവർക്കും സ്വാഗതം. അതോടൊപ്പം തന്നെ ഈ ദൃശ്യസമാഹാരം മറ്റുള്ളവരിലേക്കൂടെ എത്തിച്ച് ഗുരുധർമ്മ പ്രചരണത്തിൽ പങ്കാളികളാകുവാൻ അഭ്യർത്ഥിക്കുന്നു. ശ്രിതാനാം ശുദ്ധിഹേതവേ നാരായണയതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ബ്രഹ്മണേ മൂർത്തിമതേ ശ്രിതാനാം ശുദ്ധിഹേതവേ നാരായണയതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. നമോ ഭഗവതേ നിത്യശുദ്ധ മുക്തമഹാത്മനേ. നമോ ഭഗവതേ നിത്യശുദ്ധ മുക്തമഹാത്മനേ. നാരായണയതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഗുരുദേവ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമം. പ്രിയ ഗുരുഭക്തരെ, ഗുരുപദം TVയുടെ സ്നേഹ സമ്പന്നരായ പ്രേക്ഷകരെ, ഗുരുമാർഗ പ്രണയതാരം എന്ന മഹാഗുരുവിൻ്റെ പുണ്യപാദങ്ങൾ പതിഞ്ഞ പുണ്യഭൂമിയിലൂടെ നാം നടത്തുന്ന യാത്രയുടെ മറ്റൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. വളരെ വിശേഷപ്പെട്ട പരിപാവനമായ ശ്രീനാരായണ പരമസദ്ഗുരുവിൻ്റെ ചരിത്രഗതിയിൽ എടുത്തു പറയേണ്ട ഒരു സ്ഥലത്താണ് നാം ഇപ്പോൾ നിൽക്കുന്നത്. ഇത് കോട്ടയം ജില്ലയിൽ ചങ്ങനാശ്ശേരി നഗരഹൃദയത്തോട് ചേർന്നുള്ള ആനന്ദാശ്രമം എന്ന പ്രശാന്ത സുന്ദരമായൊരു സ്ഥലത്താണ് നാം ഇവിടെ നിൽക്കുന്നത്. SNDP യോഗത്തിൻ്റെ ശാഖായോഗം നമ്പർ 1A സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ്. ആ ദിവ്യമായ സങ്കേതമാണ് ചങ്ങനാശ്ശേരി ആനന്ദാശ്രമം. SNDP യോഗം ചങ്ങനാശ്ശേരി യൂണിയൻ്റെ ആധ്യാത്മികമായ തലസ്ഥാനം എന്നുകൂടി നമുക്ക് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം. ആനന്ദാശ്രമം ആ പേരിൽ തന്നെ സന്തോഷപ്രദമായ ഒരു ആനന്ദത്തിൻ്റെ നിർവൃതി ഉണർത്തുന്ന ഒന്നാണ്. ഈ നാട്ടിലും ഈ കരകളിലുമുള്ള ഈഴവരെല്ലാം ചേർന്ന് മഹാഗുരുവിൻ്റെ പേരിൽ സംഘടിച്ച് ഇടയ്ക്ക് പ്രാർത്ഥനയും മറ്റും നടത്തുന്ന ഒരു പ്രാർത്ഥനാ സമാജം ഇവിടെ ഉണ്ടായിരുന്നു. ഈഴവ സമാജം എന്നാണ് ഇതിന് പേരുണ്ടായിരുന്നത്. അവർ മഹാഗുരുവിനെ സന്ദർശിക്കുകയും ഗുരുവിൻ്റെ അനുഗ്രഹത്തോടു കൂടിയാണ് അവർ ആ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തത്. ഏതാണ്ട് 1908 ഈ സമിതിയുടെ, ഈ ഈഴവ സമാജത്തിൻ്റെ നാമം അവർ സദാചാര പ്രകാശിനി സഭ എന്ന് ഒന്ന് നാമകരണം ചെയ്യുന്നു. ആ രീതിയിൽ അതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നു. നമ്മൾ അതിൻ്റെ ചരിത്രം നോക്കുമ്പോൾ ഏതാണ്ട് 1086 കൊല്ലവർഷം, ഏതാണ്ട് ഒരു 1911-12 കാലത്തോടു കൂടി അവരത് രജിസ്റ്റർ ചെയ്ത് ഒരു വ്യവസ്ഥാപിത സംഘടനാ സംവിധാനത്തിൽ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നതായും നമുക്ക് കാണാം. ഇവിടെ പിന്നീട് മഹാഗുരുവിൻ്റെ പ്രവർത്തന കേന്ദ്രീകരണത്തിൻ്റെ, ഏതായത് ഗുരുവിൻ്റെ ശിഷ്യമാനസന്മാരുടെ ഒരു സെൻറ്റർ ഓഫ് ഓപ്പറേഷൻ എന്ന രീതിയിൽ ഈ കുട്ടനാടിനെയും ആലപ്പുഴയും ഒക്കെ ബേസ് ചെയ്തിട്ട് നോക്കിയാൽ ചങ്ങനാശ്ശേരി ആനന്ദാശ്രമം മാറുന്നത് നമുക്ക് പിന്നീട് കാണുവാൻ സാധിക്കും. നമുക്ക് പിന്നിലേക്ക് കാണുന്ന
ഈ ദിവ്യ സങ്കേതത്തിലാണ് മഹാഗുരു ഇവിടെ വരുമ്പോൾ വിശ്രമിക്കാറുണ്ടായിരുന്നത്. സാമുദ്രപാദങ്ങൾ വിശ്രമിച്ചിരുന്ന ഈ ദിവ്യ ചൈതന്യ സങ്കേതമാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ ശ്രീനാരായണ ഗുരുദേവ ക്ഷേത്രം എന്നതും ഏറെ ആനന്ദദായകമാണ്. പ്രൗഢഗംഭീരമായൊരു കൊടിമരത്തോടൊക്കെ കൂടി ധ്വജത്തോടൊക്കെ കൂടിയാണ് ഇവിടുത്തെ ഉത്സവാദികൾ ഇവിടെ കൊടി ഉയർത്തിക്കൊണ്ടാണ് ഉത്സവാദികളൊക്കെ നടക്കുകയും ചെയ്യുന്നത്. മഹാഗുരു വിശ്രമിച്ചിരുന്ന ആ ദിവ്യ സങ്കേതം ഭഗവാൻ സംസ്ഥാപനം ചെയ്ത ഗുരുവിൻ്റെ നിശ്വാസമേറ്റ ഭഗവാന്റെ ശരീരം ഇരുന്നിരുന്ന ആ സ്ഥലം ഇവർ ക്ഷേത്ര സമാനത്തിൽ ക്ഷേത്രവിധാനത്തിൽ ഭഗവാന്റെ ഒരു വിഗ്രഹമൊക്കെ സ്ഥാപിച്ച് അവർ പൂജ നടത്തുകയും ചെയ്യുന്നു. മഹാഗുരുവിൻ്റെ അന്തരംഗ സന്യസ്ത ശിഷ്യനായിരുന്ന പൂർവാശ്രമത്തിൽ നായർ സമുദായ അംഗമായിരുന്ന അയ്യപ്പൻ പിള്ള എന്ന് പേരുണ്ടായിരുന്ന ചങ്ങനാശ്ശേരിക്കടുത്ത് വേഴപ്ര ഒരു നായർ സമുദായത്തിൽ ജനിച്ചിട്ടുള്ള ശങ്കരൻ നായരുടെയും പാർവതി അമ്മയുടെയും മകനായിരുന്ന ആദ്യകാലത്ത് വലിയ ജാതി വ്യത്യാസങ്ങൾ കൊണ്ട് നടന്നിരുന്ന ഈ മണ്ണിൽ വെച്ച് സമാധിസ്ഥനായിട്ടുള്ള 1926 ഈ മണ്ണിൽ മഹാസമാധി പ്രാപിച്ച ദിവ്യ ശ്രീ സത്യവ്രത സ്വാമികൾ സാമുദ്രപാദങ്ങൾ സത്യവ്രത സ്വാമികൾ സമാധിസ്ഥനായപ്പോൾ നമുക്ക് നല്ല ക്ഷീണം തോന്നുന്നു എന്ന് മഹാഗുരു പറഞ്ഞിട്ടുള്ള ആ സത്യവ്രത സ്വാമികളുടെ സമാധി പീഠവും നമുക്കിവിടെ കാണാം. ഈ മണ്ണിൽ തന്നെയാണ് ഭഗവാന്റെ അന്തരംഗ സന്യസ്ത ശിഷ്യനായിരുന്ന ആലുവ അദ്വൈതാശ്രമത്തിൽ സാമുദ്രപാദങ്ങൾ സംഘടിപ്പിച്ച സർവ്വമത സമ്മേളനത്തിൻ്റെ മുഖ്യ സംഘാടകനും ലോകത്തിലെ എണ്ണം പറഞ്ഞ പ്രസംഗങ്ങളിൽ ഒന്നായ അന്നത്തെ അതിൻ്റെ സ്വാഗത പ്രസംഗം നടത്തുകയും ചെയ്ത സത്യവ്രത സ്വാമികൾ ഈ മണ്ണിൽ സമാധിസ്ഥനായിരിക്കുന്നു. ആദ്യകാലത്ത് ഈ ജാതി വ്യത്യാസമൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും സമാധിയോടനുബന്ധിച്ച് ഇവിടെ ഈ മണ്ണിൽ രോഗാതുരനായി കിടക്കുമ്പോൾ അർദ്ധബോധാവസ്ഥയിൽ പോലും ജാതി കോട്ട ഞാൻ ഇടിച്ചു നിരപ്പാക്കുമെന്ന് പറഞ്ഞിരുന്ന ആ സത്യവ്രത സ്വാമി ഈ മണ്ണിലാണ് സമാധി. നമുക്ക് വളരെ അഭിമാനകരവും ഇവിടെ നിൽക്കുമ്പോൾ ചൈതന്യ പ്രവാഹവും ഉണ്ടാക്കുന്ന ഒന്നാണെന്ന് കൂടി നമ്മൾ അറിയേണ്ടതുണ്ട്. ഈ സംഗീതത്തിന് ആനന്ദാശ്രമം എന്ന പേരിട്ടത് മഹാഗുരുവാണ്. 1923-ലും 28-ലും 2 തവണ തൃപ്പാദങ്ങൾ ഇവിടെ സന്ദർശനം നടത്തിയിട്ടുണ്ട്. ഗുരുവിൻ്റെ പാദസ്പർശം ഇവിടെ ഏറ്റിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിവിടെ കാണുന്ന നമ്മുടെ സമീപത്തായി കാണുന്ന ഈ ആലമരത്തിൻ്റെ ചുവട്ടിൽ ഭഗവാൻ സംസ്ഥാപിതനായി എഴുന്നള്ളി വിശ്രമിക്കുന്നു. ആയിരങ്ങൾ ഗുരുവിന് ചുറ്റും ഭഗവാനെ ഒരു നോക്കി കണ്ടുകൊണ്ട് അങ്ങനെ നിൽക്കുന്നു. ഇപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് ഇതൊക്കെ പറയുമ്പോൾ നമ്മളിപ്പോൾ അനുഭവിക്കുന്ന ഈ തണുത്ത ഒരു മന്ദമാരുതൻ, ഒരു ചെറിയ കാറ്റ് അന്നും ഉണ്ടായിരുന്നു. ആ കാറ്റ് ഭഗവാനെ ഏറ്റ് അങ്ങനെ കുളിർ തന്നൽ കടന്നു പോകുമ്പോൾ സ്വാമി ഈ പ്രദേശത്തെ ഇങ്ങനെ നോക്കിക്കൊണ്ട് പറയുന്നുണ്ട്, മനോഹരമായിരിക്കുന്നു. ആലുവയിലിരിക്കുമ്പോൾ നാം അനുഭവിക്കുന്ന അതേ ആനന്ദം തന്നെയാണ് ഇവിടെ ഇരിക്കുമ്പോഴും നാം അനുഭവിക്കുന്നത്. ഇവിടെ ഇനി ആനന്ദാശ്രമം എന്നറിയപ്പെടട്ടെ. ഭഗവാന്റെ ആ തിരുവുള്ളമൂറിയ ആ തിരുമൊഴിയിൽ നിന്നുമാണ് ഈ സംസ്ഥാപനത്തിന്, ഈ ദിവ്യ സംഗീതത്തിന് ആനന്ദാശ്രമം എന്ന് പേരുണ്ടായത്. സത്യത്തിൽ നിങ്ങളോട് വരണം, ഈ മണ്ണിലിരിക്കണം. ഒരു ആനന്ദദായകമായ നമ്മുടെ മനസ്സിൽ സന്തോഷമുളവാകുന്ന ദിവ്യ സങ്കേതമാണ് ഭഗവാന്റെ ഈ ആനന്ദാശ്രമം. ഈ ആനന്ദാശ്രമത്തിൻ്റെ ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ നമുക്ക് പുറകിൽ കാണുന്ന ഈ ഒരു കെട്ടിടം, ആ ഒരു ഗുരുവിൻ്റെ വിശ്രമ സങ്കേതം, ഗുരുക്ഷേത്രം ആണ് ആദ്യം ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഞാനത് സംസാരിക്കുമ്പോൾ എനിക്ക് ഓപ്പോസിറ്റായി കാണുന്ന ഈ വീഡിയോയിൽ നിങ്ങളിപ്പോൾ കണ്ടു മാറിയ ആ ദൃശ്യമുണ്ടല്ലോ, ഈ ദൃശ്യം ഈ ആനന്ദാശ്രമത്തിൻ്റെ പ്രഥമ പൗരാണികമായ ഒരു മണ്ഡപമാണ്. ഇത് നിർമ്മിക്കുകയും ഇതിന് മുൻകൈ എടുക്കുകയും ചെയ്തത് ശ്രീനാരായണ തീർത്ഥസ്വാമികളാണ്. ഭഗവാന്റെ മഹാസമാധി കഴിഞ്ഞ് 6 കൊല്ലം കഴിഞ്ഞ് 1934 ഈ ബിൽഡിംഗ് ഉദ്ഘാടനം ചെയ്തത് രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി ആയിരുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അന്ന് ഇന്ത്യയിലെ മാത്രമല്ല ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രൗഡ് പുള്ളർ ആയിരുന്ന ഒരു വലിയ ജനതയുടെ വീരനായകനായിരുന്ന ഭാരതത്തിൻ്റെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയെ നേരിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഈ ബിൽഡിങ്, ഈ സൗധം ഉദ്ഘാടനം ചെയ്യിച്ചു എന്ന് പറയുമ്പോൾ അന്നത്തെ പൂർവ്വസൂരികളായ ഇവിടുത്തെ തലമുറയുടെ തീക്ഷണമായ ഒരു പ്രവർത്തന പാരമ്പര്യം നാം ഒന്ന് ഓർക്കേണ്ടതുണ്ട്. ഇത് ചങ്ങനാശ്ശേരി ആനന്ദാശ്രമത്തിൻ്റെ വലിയൊരു പൈതൃകമാണ്, വലിയൊരു ചൈതന്യമാണ്, ചരിത്രത്തിൻ്റെ ഇതിഹാസവുമാണ് എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ചങ്ങനാശ്ശേരി ആനന്ദാശ്രമത്തിൻ്റെ ചരിത്രഗതി എന്ന് പറയുന്നത് വലിയൊരു ഇതിഹാസമാണ്. ഓരോന്നായി നമ്മൾ നോക്കിയാൽ 2 തവണ ഭഗവാൻ വന്നത് ഇതിൻ്റെ ചൈതന്യത്തെയും ഇതിൻ്റെ മഹിമാവിനെയും വർദ്ധിപ്പിക്കുന്നു. അത് മാറ്റിയാൽ 1929 മെയ് മാസമായപ്പോൾ SNDP യോഗത്തിൻ്റെ ശാഖായോഗം 1A ആനന്ദാശ്രമം രജിസ്റ്ററായി മാറുകയുണ്ടായി. 1933 മാർച്ച് 12-ാം തീയതി ഇവിടെ കൂടിയ ഒരു മഹാസമ്മേളനത്തിൽ വെച്ചിട്ടാണ് നിവർത്തന പ്രക്ഷോഭം നടത്തുവാൻ, അതിൻ്റെ ചരിത്രം നിങ്ങൾക്ക് പിന്നീട് അറിയാം, C. കേശവൻ ജയിലിൽ പോകുന്നതും വലിയ പ്രക്ഷോഭമായി മാറിയ, ഒരു കണക്കിന് തിരുവിതാംകൂറിൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക് വേണ്ടി അല്ലെങ്കിൽ CP രാമസ്വാമി അയ്യർ പുറത്താകുന്നത് അടക്കമുള്ള വലിയ സംഭവങ്ങൾക്ക് തുടക്കമായ നിവർത്തന പ്രക്ഷോഭം നടത്തുവാൻ SNDP യോഗം തീരുമാനമെടുക്കുന്നത് ഇവിടെ ചേർന്ന ഒരു സമ്മേളനത്തിൽ വെച്ചിട്ടാണ്.
ഇവിടെ ചേർന്നൊരു മഹാസമ്മേളനത്തിൽ വെച്ചിട്ടാണ് നോക്കൂ, ആർ ശങ്കറും മന്നത്ത് പത്മനാഭനും ഒക്കെ ചേർന്ന് നടത്തിയിട്ടുള്ള ഒരു മഹാസമ്മേളനത്തിൽ വെച്ചിട്ടാണ് ഹിന്ദു മഹാസഭ എന്ന പേരിൽ ഒരു വലിയ സംഘടന ഉണ്ടാക്കിയിട്ടുള്ളത്. 1934 മഹാത്മാഗാന്ധി ഈ സൗധം നമുക്ക് വേണ്ടി ഉദ്ഘാടനം ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാം. അത് 1934 മഹാത്മാഗാന്ധി നേരിട്ട് വന്നിട്ടാണ് ഈ സൗധം ഉദ്ഘാടനം ചെയ്യുന്നത്. 1945 ഇവിടെ ചേർന്നിട്ടുള്ള ഒരു പൊതുസമ്മേളനത്തിൽ വെച്ചിട്ടാണ് ആർ ശങ്കരനെ SNDP യോഗം ജനറൽ സെക്രട്ടറി ആക്കുവാനുള്ള തീരുമാനമെടുക്കുന്നത്. അപ്പം ഒരു വലിയ പാരമ്പര്യം ഈ പുണ്യഭൂമിക്കുണ്ട്. മാത്രവുമല്ല, ഇതിനൊക്കെ മുമ്പ് SNDP യോഗം യൂണിയനുകളും ശാഖകളുമായി രൂപീകരിക്കുന്ന കാലത്ത് നിങ്ങൾക്കറിയാം 1 മുതൽ 25 വരെയുള്ള ശാഖായോഗങ്ങൾ ചേർന്നാണ് SNDP യോഗത്തിൻ്റെ കുട്ടനാട് യൂണിയൻ ഉണ്ടാകുന്നത്. SNDP യോഗത്തിൻ്റെ ആദ്യ ശാഖകൾ 1 മുതൽ 25 വരെ SNDP യോഗം കുട്ടനാട് യൂണിയൻ ആയിരുന്നു. ഈ കുട്ടനാട് യൂണിയൻ രൂപീകരിക്കുവാനുള്ള പ്രവർത്തനത്തിന് വേണ്ടി മഹാനായ TK മാധവൻ ഈ ആനന്ദാശ്രമത്തിൽ മാസങ്ങളോളം താമസിച്ചുകൊണ്ടാണ് ഈ കുട്ടനാടിൻ്റെ വിവിധ മേഖലകളിൽ വള്ളത്തിലും മറ്റും ദുർഘടമായ സ്ഥലങ്ങളിൽ കടന്നു ചെന്ന് SNDP യോഗത്തിൻ്റെ ആദ്യകാല ശാഖകൾ രൂപീകരിച്ചതെന്നും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതും ഈ പുണ്യഭൂമിയിൽ വെച്ചിട്ടാണ്. ഈ ഒരു ദിവ്യമായ സൗധത്തിൻ്റെ, ഈ പുണ്യഭൂമിയുടെ ചരിത്രത്തിൽ നാം എപ്പോഴും എടുത്തു പറഞ്ഞൊരു പോയിൻ്റുണ്ട്. 1934 ജനുവരി 19 മഹാനായ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി ഉദ്ഘാടനം ചെയ്ത പുണ്യസൗധം. നമ്മൾ അങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ചിന്തിക്കേണ്ട മറ്റു ചില പോയിന്റുകൾ കൂടിയുണ്ട്. ഇവിടെ വന്ന് സംസ്ഥാപനം ചെയ്ത് വിശ്രമിച്ചിട്ട് പോയവരാരും സാധാരണക്കാരല്ല. മഹാഗുരുവിൻ്റെ അനന്തരഗാമിയായി സാമതൃപാദങ്ങൾ തന്നെ അഭിഷേകം ചെയ്ത് ശിവഗിരി മഠത്തിൻ്റെ 2ാമത്തെ മഠാധിപതിയായിട്ടുള്ള ഗുരുവിൻ്റെ അനന്തരഗാമി ബോധാനന്ദ സ്വാമികൾ എത്രയോ ദിവസങ്ങൾ താമസിച്ചിട്ടുള്ള പുണ്യമായൊരു സങ്കേതമാണ് ഈ ആനന്ദാശ്രമം. അതൊക്കെ അതിൻ്റെ മഹിമാവ് വർദ്ധിപ്പിക്കുന്നതാണ്. മഹാകവി കുമാരനാശാൻ ഇവിടെ വന്നിട്ടുണ്ട്, താമസിച്ചിട്ടുണ്ട്. സഹോദരൻ അയ്യപ്പൻ, TK മാധവൻ മാസങ്ങൾ ഇവിടെ നീണ്ട പരിശ്രമം ഉണ്ടായിട്ടുണ്ട്. ശ്രീനാരായണ തീർത്ഥസ്വാമികൾ, സത്യവ്രത സ്വാമികൾ, മാമ്പലം വിദ്യാനന്ദ സ്വാമികൾ, ശ്രീനാരായണ പരമസദ്ഗുരുവിൻ്റെ ഗുരുമുഖത്തു നിന്നും ദർശനമാല എന്ന ഗുരുവിൻ്റെ ഉത്കൃഷ്ടമായ ഒരു വേദാന്ത തത്വമഹിമയുടെ കൃതി എഴുതിയെടുക്കുവാൻ ഭാഗ്യം ലഭിച്ചിട്ടുള്ള, അതിന് ഏറ്റവും ആധികാരികമായ ദിദീതി എന്ന വ്യാഖ്യാനം ചമയ്ക്കുവാൻ ഗുരു നിയോഗിച്ച, പൂർവാശ്രമത്തിൽ രാമൻകുട്ടി എന്ന് പേരുണ്ടായിരുന്ന, ഏതാണ്ട് 6ഓളം ഭാഷകൾ സംസാരിക്കുവാൻ കഴിവുണ്ടായിരുന്ന, ആലുവ സംസ്കൃത വിദ്യാലയത്തിൽ അതിൻ്റെ ഇംഗ്ലീഷ് സ്കൂളിൻ്റെ പ്രിൻസിപ്പളായിരുന്ന, പ്രധാന അധ്യാപകനായിരുന്ന മാമ്പലം വിദ്യാനന്ദ സ്വാമി ഇവിടെ വാണിരുന്നു, ഇവിടെ താമസിച്ചിരുന്നു. ആ മാമ്പലം വിദ്യാനന്ദ സ്വാമിയുടെ സമാധി പീഠവും ഈ ആനന്ദാശ്രമത്തിൻ്റെ സമീപത്ത് തന്നെയാണ് ഉള്ളത് എന്നതും ഇതിൻ്റെ ചൈതന്യം വർദ്ധിപ്പിക്കുന്നതാണ്. എത്രയോ മഹാന്മാരായ സന്യാസി വര്യന്മാരുടെ സങ്കേതമായിരുന്നു ഇവിടം. നേതാക്കന്മാരാണെങ്കിലോ കുമാരനാശാൻ, TK മാധവൻ, സഹോദരൻ അയ്യപ്പൻ, CR കേശവൻ വൈദ്യർ, ആർ ശങ്കർ എത്രയോ തവണ വരികയും താമസിക്കുകയും ചെയ്തിട്ടുള്ള പുണ്യസങ്കേതമാണിത്. അപ്പോൾ SNDP യോഗത്തിൻ്റെ ഇതിഹാസമായ സംഘടനാ പാരമ്പര്യത്തിൽ, സംഘടനാ ചരിത്രത്തിൽ എണ്ണം പറഞ്ഞ സ്ഥാനമുള്ളതാണ് ചങ്ങനാശ്ശേരി ആനന്ദാശ്രമം. നിങ്ങളെല്ലാവരും ഇവിടേക്ക് വരികയും ഈ ഗുരുവിൻ്റെ ഭാഷയിൽ പറഞ്ഞ ആനന്ദം നുകരുകയും ചെയ്യണമെന്ന് ഗുരുപദം TVക്ക് വേണ്ടി അഭ്യർത്ഥിക്കുകയാണ്. മാത്രമല്ല, 2 മഹാസമാധി പീഠങ്ങൾ, സത്യവ്രത സ്വാമിയുടെയും മാമ്പലം വിദ്യാനന്ദ സ്വാമിയുടെയും, ഭഗവാന്റെ ശരശയ്യ എന്നൊരു പുസ്തകമൊക്കെ എഴുതിയിട്ടുള്ള മാമ്പലം വിദ്യാനന്ദ സ്വാമി മഹാപണ്ഡിതൻ ഈ മണ്ണിൽ ജീവിച്ചിരുന്നു, താമസിച്ചിരുന്നു. ഇവിടെയാണ് ഭൗതിക ശരീരം വിടിഞ്ഞത്, ഇവിടെയാണ് അത് കുടികൊള്ളുന്നൊക്കെ അറിയുമ്പോൾ ഇവിടെ വരണമേ. നിങ്ങൾ സത്യവ്രത സ്വാമിയുടെയും മാമ്പലം വിദ്യാനന്ദ സ്വാമിയുടെയും സമാധി പീഠങ്ങൾ കാണണമേ, ഈ മണ്ണിലൂടെ നടക്കണമേ, ഇവിടുത്തെ ആനന്ദദായകമായ കാറ്റ് ഏൽക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ചങ്ങനാശ്ശേരി ആനന്ദാശ്രമത്തെക്കുറിച്ചുള്ള SNDP യോഗത്തിൻ്റെ 1A ശാഖായോഗത്തെക്കുറിച്ചുള്ള ഈ ദൃശ്യ സമാഹാരം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഗുരുപദം TVക്ക് വേണ്ടി സമർപ്പിക്കുന്നു. മഹനീയ ചരിത്രായ മമതാരഹിതാത്മനേ, മഹനീയ ചരിത്രായ മമതാരഹിതാത്മനേ, നാരായണയതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. നമസ്കാരം. SNDP യോഗത്തിൻ്റെ പ്രഥമ ശാഖയായ 1A ആനന്ദാശ്രമത്തിൻ്റെ സെക്രട്ടറി, എൻ്റെ പേര് R. സന്തോഷ് രവിസോദനം എന്നാണ്. ആനന്ദാശ്രമത്തിൽ
ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ 2 തവണ ശിഷ്യരൊത്ത് സന്ദർശിക്കുകയും വിശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. 1923-ലും 1928-ലും ഭഗവാൻ ശിഷ്യരുമൊത്ത് ആനന്ദാശ്രമം സന്ദർശിച്ചു. ആനന്ദാശ്രമത്തിൻ്റെ ശിലാന്യാസം നടത്തിയത് പ്രധാന ശിഷ്യനായ ശ്രീ സത്യവ്രത സ്വാമികളാണ്. സത്യവ്രത സ്വാമികളുടെ സമാധി സ്ഥലം ആനന്ദാശ്രമമാണ്. സത്യവ്രത സ്വാമികളുടെ സമാധിക്ക് ശേഷം ആനന്ദാശ്രമത്തിൻ്റെ നിർമ്മാണ ചുമതല വഹിച്ച മുഖ്യ കാര്യദർശി ശ്രീനാരായണ തീർത്ഥസ്വാമികളാണ്. ശ്രീനാരായണ തീർത്ഥസ്വാമികളാണ് ആനന്ദാശ്രമം പണി പൂർത്തീകരിച്ചത്. 1934 ജനുവരി 19 വെള്ളിയാഴ്ച പകൽ 10:35 രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിജി ആനന്ദാശ്രമത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ആനന്ദാശ്രമം എന്ന് നാമകരണം ചെയ്തതും ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവനാണ്. 1923 ഭഗവാൻ ആദ്യ തവണ ആനന്ദാശ്രമത്തിലെത്തുമ്പോൾ നമുക്കിവിടെ ആലുവ പോലെ ആനന്ദം ഉളവാകുന്നു, ഇത് ആനന്ദാശ്രമം എന്ന് അറിയപ്പെടട്ടെ എന്ന് ഗുരുദേവൻ അരുൾ ചെയ്തു. ഒട്ടേറെ ചരിത്ര മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു പുണ്യഭൂമി ആണ് ആനന്ദാശ്രമം. കുമാരനാശാന്, ബോധാനന്ദ സ്വാമികളെ, സഹോദരൻ അയ്യപ്പനെ, ഒട്ടേറെ മഹത് വ്യക്തികൾ, ആർ ശങ്കറെ, മന്നത്ത് പത്മനാഭനെ, ഒട്ടേറെ മഹത് വ്യക്തികൾ ആനന്ദാശ്രമം സന്ദർശിക്കുകയും ചെയ്തിട്ടുണ്ട്. ആർ ശങ്കറെ ജനറൽ സെക്രട്ടറി ആക്കാനുള്ള തീരുമാനം കൈക്കൊള്ളുന്നത് ആനന്ദാശ്രമത്തിൽ വെച്ചാണ്. നിവർത്തന പ്രക്ഷോഭം നടത്താനുള്ള കേരളം കണ്ട ഏറ്റവും വലിയ പ്രക്ഷോഭമായ നിവർത്തന പ്രക്ഷോഭം നടത്താനുള്ള തീരുമാനം യോഗം കൂടുന്നത് ആനന്ദാശ്രമത്തിൽ വെച്ചാണ്. SNDP യോഗത്തിൻ്റെ ആദ്യകാല പ്രവർത്തനങ്ങൾ കുട്ടനാടും പ്രത്യേകിച്ച് ആനന്ദാശ്രമം കേന്ദ്രീകരിച്ചായിരുന്നു. TK മാധവൻ്റെ കർമ്മഭൂമി ആനന്ദാശ്രമമായിരുന്നു. 1928 ഭഗവാൻ 2ാമത് തവണ ആനന്ദാശ്രമം സന്ദർശിക്കുമ്പോൾ തീർത്ഥസ്വാമികൾ ഗുരുദേവന് വിശ്രമിക്കാൻ വേണ്ടി ഒരു മുറി സജ്ജീകരിച്ചിരുന്നു. ആ മുറിയാണ് ഇന്ന് ആനന്ദാശ്രമത്തിൽ ശ്രീകോവിലായിട്ട് ക്ഷേത്രമായിട്ട് കരുതിപ്പോരുന്നത്. ഗുരുദേവൻ അന്ന് ഉപയോഗിച്ച ശയ്യോപകരണങ്ങൾ പായ, തലവണ മുതലായ ഒരു അമൂല്യനിധി പോലെ ആനന്ദാശ്രമത്തിൽ സൂക്ഷിച്ചു വരുന്നു. വിശേഷ ദിവസങ്ങളിൽ അത് ഭക്തജനങ്ങൾക്ക് ദർശനം നൽകുന്നതാണ്. ആനന്ദാശ്രമം UP സ്കൂൾ എന്ന പേരിൽ ഒരു സ്കൂള് 1964 മുതൽ പ്രവർത്തിച്ചു വരുന്നു. കൂടാതെ 1951 മുതൽ ആനന്ദാശ്രമം ലൈബ്രറി രൂപീകരിച്ചു. പിന്നീട് അത് ആനന്ദാശ്രമം ലൈബ്രറി ഒരു പുതിയ കെട്ടിടം പണിത് 1977 സഹോദരൻ അയ്യപ്പൻ ആനന്ദാശ്രമം ലൈബ്രറിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ആനന്ദാശ്രമത്തിൽ ഒരു ഓഡിറ്റോറിയം സ്ഥിതി ചെയ്യുന്നു. 2017 കൊടിമരം സ്ഥാപിച്ചു. 2022 ക്ഷേത്രമണ്ഡപം പുതുക്കി പണിതു. ഗുരുദേവൻ്റെ ആജ്ഞാനുസരണം ഈഴവ സമാജം എന്ന പേരിൽ പ്രവർത്തിച്ചു വരുന്ന സംഘടന പിന്നീട് 1908 മുതൽ സദാചാര പ്രകാശിനി സഭ എന്ന പേരിൽ രൂപീകരിച്ചു. ആനന്ദാശ്രമത്തിൻ്റെ ആധാരത്തിൽ ഇന്നും സദാചാര പ്രകാശിനി സഭ എന്ന പേരാണുള്ളത്. കൂടാതെ ഭഗവാൻ 1923 ആദ്യ തവണ എത്തിയത്. അതിൻ്റെ ശതാബ്ദി ആഘോഷം 2023 ഏപ്രിൽ 24 ശതാബ്ദി ആഘോഷങ്ങളുടെ തുടക്കം പശ്ചിമ ബംഗാൾ ഗവർണർ ഡോക്ടർ CV ആനന്ദബോസ്, SNDP ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശനും ചേർന്ന് നിർവഹിച്ചു. അന്നേ ദിവസം തന്നെ ആനന്ദാശ്രമം ഉദ്ഘാടനം നിർവഹിച്ചതിൻ്റെ നവതി ആഘോഷവും ആ നവതി ആഘോഷവേളയിൽ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിജിയുടെ പ്രതിമ ആനന്ദാശ്രമത്തിൽ സ്ഥാപിക്കുകയും ചെയ്തു. ഈ രണ്ട്
പദ്ധതികളും ഉദ്ഘാടനം നിർവഹിച്ചത് ഡോക്ടർ CV ആനന്ദബോസും SNDPM ജനറൽ സെക്രട്ടറി ബഹുമാന്യ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവർ ചേർന്നാണ്. കൂടാതെ ഈ വരുന്ന മകരമാസത്തിലെ ചതയമാണ് ആനന്ദാശ്രമത്തിൽ തിരുവുത്സവമായിട്ട് ഘോഷിക്കുന്നത്. ഈ വർഷത്തെ ഉത്സവം, അതായത് 95ാമത് മകരച്ചതയ മഹോത്സവവും 11ാമത് ആനന്ദാശ്രമ തീർത്ഥാടനവും ജനുവരി 30, 31, ഫെബ്രുവരി 1, 2, 3 തീയതികൾ ഭക്തിപൂർവ്വം ആഘോഷിക്കുന്നതിന് ശാഖായോഗം തീരുമാനിച്ചിരിക്കുകയാണ്. 11ാമത് ആനന്ദാശ്രമ തീർത്ഥാടനം ആനന്ദാശ്രമ ശാഖയിൽ നിന്ന് പിരിഞ്ഞുപോയ ഏതാണ്ട് 11 ശാഖകൾ അവരുടെ മാതൃശാഖയായ ആനന്ദാശ്രമത്തിലേക്ക് തീർത്ഥാടനമായി ഉത്സവ ദിനത്തിൽ എത്തിച്ചേരുന്നു. അത് 1 മുതൽ ആരംഭിച്ച് ഈ വർഷം അത് 11ാമത് ആനന്ദാശ്രമ തീർത്ഥാടനമാണ് നടക്കാൻ പോകുന്നത്. മധ്യ തിരുവിതാംകൂറിലെ ഒരു ആത്മീയ സ്ഥിരാകേന്ദ്രമാക്കുന്നതിന്, ആനന്ദാശ്രമത്തെ ആക്കുന്നതിന് നിലവിലെ ഭരണസമിതി കഠിന പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിലെ ആനന്ദാശ്രമത്തിലെ ഓഫീസ് കെട്ടിടം ഒരു മ്യൂസിയം ആക്കുന്നതിനും നിത്യസന്ദർശനത്തിന് ഭക്തരെത്തുന്ന രീതിയിലുള്ള ഒരു ആത്മീയ സ്ഥിരാകേന്ദ്രം ആക്കുന്നതിനുള്ള നടപടികളാണ് ഇപ്പം കൈവരിച്ചു പോരുന്നത്. ഭഗവാന്റെ പാദസ്പർശം കൊണ്ട് പുണ്യമായ ചരിത്രപ്രസിദ്ധമായ ഈ ആനന്ദാശ്രമ മണ്ണിലേക്ക് എല്ലാ ഗുരുദേവ ഭക്തരെയും നിറഞ്ഞ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. शिशिरीकूर्वते शान्तै कटाक्षै शिष्यसञ्जया शिशिरीकूर्वते शान्तै कटाक्षै शिष्यसञ्जया ब्रह्मविद्या कोविदाय तस्मै श्री गुरवे नमः. ഓം ശിവഗിരിശിഖരാഗ്രേ ദിവ്യപത്മാസനസ്ഥം വരദമഭയഗസ്തം പാവവിധ്വംസപാദം സുജനനികരസേവ്യം ചാരുകാരുണ്യനേത്രം കലികലുഷവിനാശം നൗമി നാരായണാർഘ്യം. ഗുരുദേവ പാദങ്ങളിൽ പ്രണാമപൂർവം. ഇപ്പോൾ ചങ്ങനാശ്ശേരി ശ്രീ ആനന്ദാശ്രമത്തിലാണ് നിൽക്കുന്നത്. ആനന്ദാശ്രമം ലോകമെമ്പാടുമുള്ള ശ്രീനാരായണ ഭക്ത സമൂഹത്തിന് നല്ല അറിവുള്ള ഒരു സ്ഥലമാണ്. ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ ഇവിടെ വരികയും ഗുരുവിൻ്റെ പാദസ്പർശം കൊണ്ട് പുണ്യഭൂമിയായി തീർന്ന, ഗുരുവിനാൽ നാമകരണം ചെയ്യപ്പെട്ട ശ്രീ ആനന്ദാശ്രമം എന്നാണ്. ഗുരു വിശ്രമിച്ച സ്ഥലമാണ് ഇന്ന് ഗുരുദേവ ക്ഷേത്രമായിട്ട് മാറിയിരിക്കുന്നത്. ഇവിടെ ഗുരു ഉപയോഗിച്ച തലയണയും പായും ഇവിടെ സൂക്ഷ്മമായിട്ട് കാത്ത് സൂക്ഷിച്ചു പോരുന്ന ഒരിടവും കൂടിയാണ്. ഗുരുവിൻ്റെ തിരുശേഷിപ്പുള്ള ഒരു സ്ഥലവും കൂടിയാണ്. ഈ ക്ഷേത്രത്തിലെ നിത്യനിദാനമായിട്ടുള്ള പൂജാക്രമം എന്ന് പറയുന്നത് രാവിലെ പുലർകാലത്തിൽ 5:30 നട തുറക്കും. തുടർന്ന് ഗുരുപൂജ 6:30 ഗുരുപൂജ ആരംഭിച്ച്
7 മണിക്ക് ഗുരുപൂജ അവസാനിക്കും. തുടർന്ന് 9:30 വരെ ഗുരുദേവ ക്ഷേത്രം തുറന്ന് ഭക്തസമൂഹത്തിന് പ്രാർത്ഥനയ്ക്കായിട്ട് തുറന്നു വെക്കപ്പെടുന്നതാണ്. 9:30 നട അടയ്ക്കും. വൈകിട്ട് 5:30 നട തുറന്ന് 6:45 സമയത്ത് ദീപാരാധന നടത്തി 7:30 നട അടയ്ക്കുന്നത്. മഹാഗുരുപൂജ നിർവഹിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. എല്ലാ വെള്ളിയാഴ്ചകളിലും ഏതാണ്ട് ഒരു 60 വർഷക്കാലമായിട്ട് ഇവിടെ ഉപവാസ പ്രാർത്ഥന നടന്നു പോരുന്നതാണ്. ഈ 60 വർഷമായിട്ടും ഒരു വെള്ളിയാഴ്ച പോലും അതിനൊരു മുടക്കം വരാതെ കൊണ്ട് ഇവിടുത്തെ ശ്രീനാരായണ ഭക്തസമൂഹം അത് കൊണ്ടാടുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഞായറാഴ്ച ദിവസേ പൊടിയേരി കഞ്ഞിയും കനലിൽ ചുട്ട പപ്പടവും അച്ചാറും പ്രസാദമായിട്ട് രാവിലെ 7 മണി മുതൽ 8 മണി വരെയുള്ള ഒരു സമൂഹ പ്രാർത്ഥനയുണ്ട്. ആ സമൂഹ പ്രാർത്ഥനയ്ക്ക് ശേഷം പൊടിയേരി കഞ്ഞിയും കനലിൽ ചുട്ട പപ്പടവും പ്രസാദമായിട്ട് കൊടുക്കുന്നുണ്ട്. ഇത്രയുമാണ് പ്രധാനപ്പെട്ട ഇവിടുത്തെ ക്ഷേത്ര ചടങ്ങുകൾ. അതുപോലെ തന്നെ എല്ലാ മാസച്ചതയത്തിനും സർവൈശ്വര്യ പൂജയും അതുപോലെ തന്നെ പ്രഭാഷണവും ജപവും എല്ലാം എല്ലാ മാസവും നടന്നു പോരുന്നുണ്ട്. ഇത്രയുമാണ് ഈ ക്ഷേത്രത്തെ സംബന്ധിച്ച് പൂജാതി കാര്യങ്ങളിൽ പറയാനുള്ളത്. ഉത്സവം എന്ന് പറയുന്നത് മകരച്ചതയത്തിന് കൊടിയേറി 5 ദിവസത്തെ ഉത്സവമാണ്. മകരച്ചതയത്തിലാണ് കൊടിയേറ്റ് വച്ചിരിക്കുന്നത്. അതും ഒരു പ്രത്യേകതയാണ്. ഇവിടെ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ വന്ന കൊച്ചുവീട് എന്ന് പറയുന്ന ആ വീട്ടിൽ നിന്നുമാണ് കൊടിയേരിക്കുള്ള വിഭവങ്ങളുമായിട്ടുള്ളൊരു ഘോഷയാത്രയുണ്ട് ഈ ഉത്സവത്തോടനുബന്ധിച്ച്. അതെല്ലാ വർഷവും നടന്നു പോരുന്നു. ഇത്രയുമാണ് ഈ ക്ഷേത്രത്തെക്കുറിച്ചൊക്കെ നമുക്ക് പറയുവാനുള്ളത്. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. വാദിനാം വാദിനേ വാചം യമാന മൗനഭാജിനേ വാദിനാം വാദിനേ വാചം യമാന മൗനഭാജിനേ സർവലോകാനുരൂപായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. പ്രിയമുള്ളവരെ, ദാ പുറകിലായി നിങ്ങൾ ഈ കാണുന്നതാണ് 1934 ജനുവരി 19 രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി ഉദ്ഘാടന കർമ്മം നിർവഹിച്ച, നോക്കൂ, ശ്രീനാരായണ തീർത്ഥസ്വാമിയുടെ അശ്രാന്ത പരിശ്രമം കൊണ്ട് നിർമ്മിതമായ ആനന്ദാശ്രമത്തിലെ പൗരാണികമായ ആ മണ്ഡപം. ഈ മണ്ഡപത്തിലാണ് എത്രയോ മഹാരഥന്മാർ വന്ന് ഇരിക്കുകയും വിശ്രമിക്കുകയും ചെയ്തിട്ടുള്ളത്. നോക്കൂ, ചങ്ങനാശ്ശേരി ആനന്ദാശ്രമത്തിൻ്റെ ചരിത്രം വലിയതാണ്, വളരെ വലുതാണ്. നമ്മളത് മനസ്സിലാക്കി കഴിഞ്ഞു. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഒരു മുഖ്യ ഇടത്താവളമായിരുന്നു ഈ ആനന്ദാശ്രമം. ആ ഇടത്താവളം ഇപ്പോൾ ശിവഗിരിയിലേക്ക് പോകുന്ന 100 കണക്കിന് പദയാത്രികർ വന്ന് തങ്ങുകയും വിശ്രമിക്കുകയും ചെയ്യുന്ന ഒരു സങ്കേതം കൂടിയായി മാറിയിട്ടുണ്ട് ചങ്ങനാശ്ശേരി ആനന്ദാശ്രമം. വലിയ പാരമ്പര്യമുള്ള ഈ ആനന്ദാശ്രമം കാണുവാൻ നിങ്ങളെല്ലാവരെയും ഈ മണ്ണിലേക്ക് ക്ഷണിക്കുകയാണ്. ഇവിടെ മഹാഗുരു വന്നതിൻ്റെ ശതാബ്ദി 1923 ആഘോഷിച്ചത് നമ്മളെല്ലാവരും അറിഞ്ഞതാണ്. അങ്ങനെ വലിയ പാരമ്പര്യമുള്ള ഈ മണ്ണിലേക്ക് നിങ്ങൾ വരണം. ഇവിടേക്ക് വരുവാൻ വിവിധ മാർഗ്ഗങ്ങളുണ്ട്. ഇത് കോട്ടയം ജില്ലയിലാണ്. ചങ്ങനാശ്ശേരി നഗരത്തോട് ചേർന്നാണ് ആനന്ദാശ്രമം സ്ഥിതി ചെയ്യുന്നത്. ട്രെയിനിൽ വരുന്ന ആളുകൾ ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു 50 രൂപയ്ക്കും 100 രൂപയ്ക്കും ഇടയ്ക്ക് ഒരു ഓട്ടോ കൂലിക്ക് ഒരു 10-70 രൂപയ്ക്ക് സുഖമായി നമുക്ക് ഇവിടെ വന്ന് ഇറങ്ങാം. ബസ്സിൽ വരുന്ന ആളുകൾ
സൂപ്പർ ഫാസ്റ്റ് അല്ലാത്ത വണ്ടിക്കാണ് വരുന്നതെങ്കിൽ ചങ്ങനാശ്ശേരിക്കടുത്ത്, കോട്ടയത്ത് നിന്ന് വരുമ്പോൾ ചങ്ങനാശ്ശേരിക്ക് മുൻപ് തിരുവനന്തപുരം ഭാഗത്ത് നിന്ന് വരികയാണെങ്കിൽ ചങ്ങനാശ്ശേരി കഴിഞ്ഞിട്ട് മധുമൂല എന്നൊരു സ്റ്റോപ്പുണ്ട്. ആ സ്റ്റോപ്പിൽ ഇറങ്ങിയാൽ അവിടെ നിന്ന് ഇവിടം വരെ ഒരു 50 രൂപ ഓട്ടോറിക്ഷ കൂലിയുടെ ദൂരം മാത്രമേ ഉള്ളൂ. ഇനി അതല്ല, കിഴക്ക് ഭാഗത്ത് നിന്ന്, അതായത് ഇടുക്കി ഭാഗത്ത് നിന്ന് വരുന്ന ആളുകളാണെങ്കിൽ നേരിട്ട് കോട്ടയം വരാതെ അവർക്ക് 14 മൈലിൽ വന്നിട്ട് ചങ്ങനാശ്ശേരിക്ക് വരുന്ന കറുകച്ചാൽ കൂടി തെങ്ങണ വഴിയുള്ള ഒരു വഴിയുണ്ട്. ആ റോഡിലൂടെ വരുന്ന ആളുകളാണെങ്കിൽ ചങ്ങനാശ്ശേരിക്കടുത്ത് പാറേപ്പള്ളി ജംഗ്ഷനിൽ ഇറങ്ങിയാൽ അവിടെ നിന്ന് ഇവിടേക്ക് നടക്കുവാനുള്ള ദൂരമേ ഉള്ളൂ. ഒരു 50 രൂപയിൽ താഴെ ഓട്ടോറിക്ഷ കൂലിക്ക് മാത്രം വന്നാൽ മതിയാകും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു രീതി. ഏത് റൂട്ടിൽ വേണമെങ്കിൽ ഇവിടേക്ക് വരാം. സ്വന്തം വാഹനത്തിൽ വരുന്നവർക്ക് ഇതിൽ ഏത് വഴി വേണമെങ്കിൽ ഉപയോഗിക്കാം. വളരെ വിശാലമായൊരു ക്യാമ്പസും പാർക്കിങ്ങും സൗകര്യങ്ങളും എല്ലാം ഉണ്ട്. SNDP യോഗത്തിൻ്റെ ശാഖയോഗം നമ്പർ 1A ഇവിടെ സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ ശിവഗിരി തീർത്ഥാടകരെ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ശിവഗിരിയിലേക്കുള്ള നിങ്ങളുടെ യാത്രാപഥത്തിൽ ഇവിടം കൂടി ഉൾപ്പെടുത്തണമേ. എല്ലാവരും ഇതൊക്കെ അറിയിക്കണമേ. അനവധി ചരിത്ര സംഭവങ്ങൾ, 2 മഹാസന്യാസിമാരുടെ സമാധി പീഠങ്ങൾ അടക്കം സ്ഥിതി ചെയ്യുന്ന, നമുക്ക് ആനന്ദം ലഭിക്കുന്നു ഇവിടുത്തെ കാറ്റേറ്റിട്ടെന്ന് ഗുരു പറഞ്ഞ ഈ ആനന്ദാശ്രമത്തിലേക്ക് നിങ്ങളെല്ലാവരെയും മഹാഗുരുവിൻ്റെ തിരുനാമധേയത്തിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ദൃശ്യം ഇവിടെ നിർത്തുന്നു. നന്ദി, നന്ദി, 1000 നമസ്കാരം. യസ്യ നഃ കൽപതേ സിദ്ധ്യൈ പാദാംബുജ രജോലഭഃ യസ്യ നഃ കൽപതേ സിദ്ധ്യൈ പാദാംബുജ രജോലഭഃ നാരായണയതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. തസ്മൈ ശ്രീ ഗുരവേ നമഃ.